ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാന് എന്റെ മരുമകന്റെ കാര്യവുമായിട്ട് വന്നതാ. സംശയിക്കണ്ട, മരുമകൻ എന്ന് പറഞ്ഞത് ഇവിടത്തെ മുടിയനായ പുത്രൻ മനോജിന്റെ കാര്യം തന്നെയാ. അമ്മേ, എന്തിനെന്നെ? മിണ്ടരുത്. ഒരച്ഛനോട് മകൻ ചെയ്ത പുണ്യപ്രവൃത്തിക്ക് എന്തിനാ ചന്ദ്രു അവനെ തല്ലിയത്? ഇതുപോലെ തങ്ക മനസ്സുള്ള മോനെ പൊന്നാടയിട്ട് ആദരിക്കുകയല്ലേ വേണ്ടത്? നല്ല കാര്യം തന്നെ മോനെ നീ ചെയ്തത്. കൂടപ്പറപ്പിന് വീടും കൂടുമില്ലാതെ തെരുവി കിടക്കുമ്പോഴ് എനിക്കെങ്ങനെ ഉറങ്ങാൻ പറ്റുമെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് നീ പണം പറ്റിച്ച് വാങ്ങിയില്ലേ? സന്തോഷമായടാ. നിനക്ക് ജന്മം നൽകിയ നിന്റെ അച്ഛൻ മനസ്സുരുകി പറയുക, മിണ്ടാപ്രാണിയായ വിനുവിനെ പറ്റിച്ച നീ ഇനി ഒരു കാലത്തും സ്വസ്ഥമായിട്ട് ഉറങ്ങില്ല. ഉറക്കം കിട്ടില്ല നിനക്ക്. കൊള്ളാം. കൂടപ്പറപ്പിന് വേണ്ടി നല്ല കാര്യം ചെയ്തു വന്ന പ്രകാശന് തല്ലും ശാപവും. ഇവിടെ പ്രകാശൻ എന്ത് നല്ല കാര്യം ചെയ്താലും മതി. ഒന്ന് നിർത്തുന്നുണ്ടോ? വസന്തേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. നിങ്ങളുടെ എല്ലാ ഗൂഢാലോചനകളും തുറന്നു പറഞ്ഞിട്ടാ പോയത്. സ്വന്തമായി ഒരു വീട് വേണമെന്നുള്ള ആഗ്രഹം എനിക്ക് മനസ്സിലാകും. പക്ഷേ അച്ഛന്റെയും അമ്മയുടെയും ശാപം പിടിച്ചു വാങ്ങിക്കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു കൊട്ടാരത്തിലും ആരും ഇതുവരെ സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല. നാടകം കളിച്ച് തന്ത്രപരമായിട്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് ചെക്ക് ഒപ്പിട്ട് വാങ്ങിച്ചപ്പോഴേ എനിക്കറിയാമായിരുന്നു അത് ചതിക്കാനാണെന്ന്. അച്ഛനെയും അമ്മയും ചതിച്ചിങ്ങനെ ജീവിക്കാൻ നാണമില്ലേ നിങ്ങക്ക്? നിർത്തറ. അച്ഛനെ അമ്മയെ വേദനിപ്പിക്കുന്ന കാര്യമൊന്നും ജഗൻ ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട കേട്ടാ. ഒരു പെണ്ണിനെ ബോധം കെടുത്തി താലി കെട്ടിയപ്പോ ഈ പറയുന്ന തന്തയും തലയൊന്നും ഇല്ലായിരുന്നോ? നാട് മുഴുവൻ അറിയപ്പെടുന്ന കുറുപ്പിന്റെ മകൻ തട്ടുകട നടത്തിയതും സ്വന്തം തന്തയുടെ മുഖത്ത് കരിവാരി തെക്കാനായിരുന്നില്ലേ? അതുകൊണ്ട് മാതാപിതാക്കളെ ചതിച്ച കവലപ്രസംഗമൊന്നും ജഗൻ എന്റെ നേരെ വിളമ്പണ്ട. സ്വന്തം നേട്ടത്തിനു വേണ്ടി അച്ഛനെയും അമ്മയും കൊള്ളയടിച്ചവനല്ല ജഗൻ. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയും അവൾക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടിയും ചെയ്തു കൂട്ടിയതാ. അതൊന്നും പറഞ്ഞ പ്രകാശേട്ടന് മനസ്സിലാവില്ലമ്മേ. എല്ലാവരെയും ചതിക്കുന്നതിലും വഞ്ചിക്കുന്നതിലും സന്തോഷം കണ്ടെത്തുന്ന മനുഷ്യനാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ നമ്മുടെ മോനെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? മോളെ, ഹൃദയം തകർന്ന് ഒരാൾ അകത്തേക്ക് കയറി പോയത് കണ്ടില്ലേ? ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവിതം തല്ലിയുടച്ച മനുഷ്യന്. ആ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ഈ അച്ഛനും അമ്മയുണ്ടല്ലോ, നിങ്ങളെ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയ പുണ്യോ. പല പ്രാവശ്യം നിങ്ങളോടൊപ്പമുള്ള ജീവിതം അവസാനിപ്പിച്ച് പോണോന്ന് വിചാരിച്ചിട്ടും കെട്ടും ഭാണ്ഡം എടുത്ത് പോവാത്തത് ഈ അച്ഛനും അമ്മയും കണ്ടിട്ടാ. അന്തരേ വാ പോവാ.
മാധവേട്ട, ജഗന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. കുറുപ്പ് സാറ്. ആ കുറുപ്പ് സാറോ, ഇരുന്നാട്ടെ. ഞാൻ മാധവൻ നായരുടെ വിരുന്നുകാരനായിട്ട് വന്നതൊന്നും അല്ല. അല്ലെങ്കിലും കുറുപ്പ് സാറ് ഞങ്ങൾക്ക് വിരുന്നുകാരനല്ലല്ലോ, ഈ കുടുംബത്തിലെ ഒരു അംഗമല്ലേ. ഇരിക്കു സാറേ. ആ ചന്ദ്രു, ചായ എടുക്ക്. ഞാനിപ്പോ എടുക്കാം. വേണ്ട. അതെ, എന്റെ മകൻ ഇവിടെ ഉണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്കുക. ഞാൻ വിളിക്കാം. വേണ്ട 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 വേണ്ട. വല്ല അരിയാട്ടാനോ ചമ്മന്തി അരയ്ക്കാനോ പോയതായിരിക്കും. രാത്രിയില് വലിയൊരു തട്ടുകട ബിസിനസ് നടത്താനുള്ളതല്ലേ, ബുദ്ധിമുട്ടിക്കരുത്. സാറ് ഇരിക്കേ. ജഗനെ കാണാൻ വന്നതാണോ? അല്ല, ഞാന് എന്റെ മരുമകന്റെ കാര്യവുമായിട്ട് വന്നതാ. സംശയിക്കണ്ട, മരുമകൻ എന്ന് പറഞ്ഞത് ഇവിടത്തെ മുടിയനായ പുത്രൻ മനോജിന്റെ കാര്യം തന്നെയാ. കുറച്ചു മുന്നേ ഇവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ. അയ്യോ സാർ, കാര്യം എന്താന്ന് പറഞ്ഞാലല്ലേ അതറിയൂ. ടെൻഷൻ വേണ്ട, പറയാം. കാര്യം നിങ്ങളോട് ബോധിപ്പിക്കാനല്ല ഞാൻ ഇവിടം വരെ വന്നത്. മാധവൻ നായർക്ക് മക്കളോട് ഇപ്പോഴും പക്ഷപാതപരമായ നിലപാട് തന്നെയാണല്ലോ, അല്ലേ? അതുകൊണ്ടാണല്ലോ അവന്റെ ഭാര്യയായ എന്റെ മോളുടെ മുന്നിൽ വെച്ച് മനോജിനെ ആക്ഷേപിച്ചിറക്കി വിട്ടത്. അയ്യോ സാറേ, അത് പ്രകാശൻ എന്നെ അറിഞ്ഞുകൊണ്ട് പറ്റിക്കുകയായിരുന്നു, അല്ലാതെ ഞാനങ്ങനെ. ചന്ദ്രിയാമ്മേ, എല്ലാം ചെയ്തു വച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണെന്ന് പറഞ്ഞ് നിസ്സഹായത അഭിനയിക്കുന്നത് മാധവൻ നായരുടെ സ്ഥിരം സ്റ്റൈലായതുകൊണ്ട് ഇതിനൊന്നും ചെവി തരാൻ കുറുപ്പിന് സൗകര്യമില്ല, മനസ്സില്ലെന്നേ. അതെ, എനിക്ക് സംസാരിക്കാനുള്ളത് പ്രകാശനുമായിട്ടാ. മാനത്തെ കൊട്ടാ